നമുക്കിടയിലുള്ള മുസ്ഹഫ്, നമുക്കിടയിലുള്ള ഖുർആൻ അത് ഉയർത്തപ്പെട്ടു പോകുമെന്നും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം അങ്ങനെ സംഭവിക്കുന്നത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവാത്ത ഒരു കാലഘട്ടത്തിലാണ്. അള്ളാഹുവിന്റെ ഖുർആനിനെ നാം പാടെ അവഗണിച്ചിരിക്കുന്നു. ഖുർആൻ വായിക്കുന്നവർ, അതിന്റെ തഫ്സീർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ, അത് പാരായണം ചെയ്യുന്നവർ, അത് ഹിഫ്ളാക്കുന്നവർ അത് കുറഞ്ഞിരിക്കുന്നു. നാം വായിക്കുന്നതൊക്കെ മറ്റു പലതുമാണ്. ആധുനിക വാർത്താ മാധ്യമങ്ങൾ വന്നതോടുകൂടി മനുഷ്യരുടെ മുഴുവൻ ശ്രദ്ധയും മൊബൈൽ ഫോണിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമാണ്. ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയുള്ള ഒരുപാട് വിനോദങ്ങൾ, ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി പല പേരിലും അറിയപ്പെടുന്ന പ്രോഗ്രാമുകൾ, വീഡിയോസ്, ഓഡിയോസ്, തമാശകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിലേക്കും നമ്മളുടെ ശ്രദ്ധ പോകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ 100ൽ 10 പോലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനോ അത് കേൾക്കാനോ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനോ അതിന്റെ തഫ്സീറുകൾ മനസ്സിലാക്കാനോ നാം ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരു 10% ഉപയോഗപ്പെടുത്തുന്നവർ പോലും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നുമില്ല. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജനങ്ങൾ ഒരു താഴ്വരയിലും ഖുർആൻ മറ്റൊരു താഴ്വരയിലുമായിരിക്കും. ഖുർആനുമായിട്ട് ജനങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ഖുർആൻ പിന്നെ അവശേഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ആകാശത്തേക്ക് ഉയർത്തിക്കളയും. ഒരായത്ത് പോലും കാണാൻ പറ്റാത്ത വിധം ഖൽബിൽ നിന്നും മുസ്ഹഫിൽ നിന്നും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഉയർത്തിക്കളയും.